നമസ്കാരം. ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു പുതിയ ടോപ്പിക്കാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കോൺസെപ്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ചാർജിന് ചുറ്റും ഫോഴ്സ് അനുഭവപ്പെടുന്ന സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിവിടെ തുടങ്ങുക. അതായത് ഒരു ക്രിക്കറ്റ് ബോൾ ഒരു +Q ചാർജ്, പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ക്രിക്കറ്റ് ബോൾ. ആ ക്രിക്കറ്റ് ബോളിനെ നമ്മളൊരു ഫുട്ബോളിന്റെ സെന്ററിൽ പ്ലേസ് ചെയ്യും. അതായത് ഇപ്പൊ ഞാനിവിടെ വരയ്ക്കുന്നൊരു 2 ഡയമെൻഷൻ ആയിട്ടാണ് വരയ്ക്കുക. അതായത് ഈ കാണുന്നത് ഒരു ക്രിക്കറ്റ് ബോളാണ്. ആ ക്രിക്കറ്റ് ബോൾ ഒരു ഫുട്ബോളിന്റെ സെന്ററിൽ ഇരിക്കുകയാണ്. ആ ഫുട്ബോളിന്റെ സെന്ററിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ക്രിക്കറ്റ് ബോൾ ചാർജിന്റെ ബോഡിയാണ്. ആ ചാർജിന്റെ ബോഡി ആവുമ്പോൾ ആ ക്രിക്കറ്റ് ബോളിന്റെ ഫോഴ്സ് അനുഭവപ്പെടുന്ന സ്ഥലം ആ ഫുട്ബോളിന്റെ അകമാണെന്ന് വിചാരിക്കുക. ആ സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ക്രിക്കറ്റ് ബോൾ സെന്ററിലിരിക്കുന്നു, ഫുട്ബോൾ അതിന്റെ അകമാണ്. ആ ഫുട്ബോളിന്റെ സെന്ററിൽ ക്രിക്കറ്റ് ബോൾ ഇരിക്കുന്നുണ്ട്, ഫുട്ബോളിന്റെ അകമാണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒരു ബൗണ്ടറി ഇല്ല എന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ഫുട്ബോൾ ഒന്നും ഇല്ല, ആകെ ക്രിക്കറ്റ് ബോൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പോഴും എന്ത് തന്നെ ഉണ്ടാവും? ഇതുപോലെ ഒരു സ്പേസ് ഈ ചാർജിന് ചുറ്റുമുണ്ടാകും. അത് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ്. പക്ഷെ ഇത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ വേറെ ചാർജിനെ അതിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന അവിടെ ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഫുട്ബോളിന്റെ അകം പോലൊരു സ്ഥലം ഈ ചാർജിന് ചുറ്റുമുണ്ട്, ഈ ക്രിക്കറ്റ് ബോളിന് ചുറ്റുമുണ്ട്. ആ ചാർജിന് ചുറ്റുമുള്ള സ്ഥലത്തെ ഫീൽഡ് എന്ന് വിളിച്ചു. അങ്ങനെ വന്നപ്പോൾ ഈ ഫീൽഡിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി മൈക്കൽ ഫാരഡേ തീരുമാനിക്കുക. വിഷ്വലൈസ് ചെയ്യുക, ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം ഫോം ചെയ്തതാണ് ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇലക്ട്രിക് ഫീൽഡിനെ കുറെ ഇമാജിനറി ലൈൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഫീൽഡിനെ കണ്ടാൽ അറിയില്ല, അപ്പോൾ എങ്ങനെ കാണുന്ന രീതിയിൽ നമുക്ക് വരക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. എങ്ങനെയാണ് അദ്ദേഹം വരച്ചതെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയുകയാണ്. ഇപ്പൊ നമുക്കറിയാം ഈ +Q ചാർജിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസിലെ P എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് E= 1/4πε0 Q/r² എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസിലെ P എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇനി ഇതെല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? E is inversely proportional to r². എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ട് വരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇതിനൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. ആ വെക്ടറിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ if Q is പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എങ്ങനെയാണ്? away from the charge ആണ്. away from the charge. Q പോസിറ്റീവ് ആണെങ്കിൽ away from the, എന്ന് വെച്ചാൽ ലൈൻസ് ഓഫ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും അതിൽ നിന്ന് പുറത്തേക്ക് away ആയിട്ടാണ്. and if Q is negative, E towards the charge ആയിരിക്കും. E towards the charge. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഈ ഇൻവേഴ്സ്, അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയണം. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടറാണ്. അപ്പൊ അതിനർത്ഥം വെക്ടർ ആകുമ്പോൾ എന്തുണ്ടാവും? മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവണം, അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ടാകണം. ഇനി പറഞ്ഞ് Q പോസിറ്റീവ് ആണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും അതിൽ നിന്ന് അകന്നു പോകും. Q നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും അതിനകത്തേക്ക് വരും. ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് കൂടി നമുക്ക് ഇതിന് മുമ്പ് വേണം.
ഇത് വെച്ചിട്ട് ആണ് നമ്മുടെ മൈക്കൽ ഫാരഡെ ആദ്യമായിട്ട് ഒരു ലൈൻസ് ഓഫ് ഫോഴ്സസിന്റെ കോൺസെപ്റ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ ഇതിപ്പോൾ നമ്മുടെ ഒരു ചാർജ് ബോഡിയാണ്, ക്രിക്കറ്റ് ബോൾ എന്ന് വിചാരിക്കുക. അതിന് ചുറ്റുമുള്ള ആ ഒരു സ്പേസ് അദ്ദേഹം എങ്ങനെ റെപ്രസെന്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരു വെക്ടേഴ്സ്, കുറച്ച് വെക്ടേഴ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്തു. ആദ്യം നീളം കൂടിയ ഒരു വെക്ടർ, പിന്നെ കുറച്ചുകൂടി നീളം കുറഞ്ഞത്, പിന്നെ കുറച്ചുകൂടി നീളം കുറഞ്ഞത്, പിന്നെ വളരെ കുറഞ്ഞത്. ഇവിടെയും അദ്ദേഹം അതുപോലെ വലിയ നീളമുള്ളത്, പിന്നെ കുറച്ചുകൂടി നീളം കുറഞ്ഞു എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കൂടുന്ന അങ്ങനെ ചെല്ലുന്നതോറും ദ ലെങ്ത് ഓഫ് ദി വെക്ടറിന്റെ കുറഞ്ഞു വരും. അതേപോലെ തന്നെ മുകളിലേക്ക് വലിയ വെക്ടർ, പിന്നെ ചെറുത്, പിന്നെ ചെറുത്, പിന്നെ ചെറുത്, ഏറ്റവും ചെറുത്. ഇവിടെ അതേപോലെ തന്നെ വലിയ വെക്ടർ, പിന്നെ ചെറുത്, പിന്നെ ചെറുത്, ഇങ്ങനെ കുറേ ലൈൻസ്. അതേപോലെ തന്നെ ഇവിടെ അതായത് ആദ്യം വലിയ വെക്ടർ, പിന്നെ അതിന്റെ ലെങ്ത് കുറഞ്ഞു വരുന്നത്. ആദ്യം വലിയ വെക്ടർ, പിന്നെ ഇങ്ങനെ അദ്ദേഹം ഇമാജിൻ ചെയ്തു. അതായത് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡ് ഇതൊരു വെക്ടറാണ്, അതിന്റെ ലെങ്ത് വളരെ കൂടുതലാണ്. ലെങ്ത് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ ഈ ഒരു വെക്ടർ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്. ആ വെക്ടറിന്റെ ഡയറക്ഷൻ ഫീൽഡിന്റെ ഡയറക്ഷനെയും ആ വെക്ടറിന്റെ ലെങ്ത് മാഗ്നിറ്റ്യൂഡിനെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് വലുതായത്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വളരെ കൂടുതലാണ്, സ്ട്രെങ്ത് കൂടുതലാണ്. പക്ഷെ ഡിസ്റ്റൻസ് കൂടുന്നതോറും ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരണം. അതുകൊണ്ടാണ് ഇതിന്റെ ലെങ്ത് കുറച്ചു വന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവേ ഫ്രം ദ ചാർജ് ആണ്. അതുകൊണ്ടാണ് ആരോസ് എല്ലാം പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി ഇത് നേരെ മറിച്ച് നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിലോ വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ ആരോ എല്ലാം എന്ത് ചെയ്യണം? അകത്തേക്കാവും. വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇതെല്ലാം അകത്തേക്കായിരിക്കും വരിക. അപ്പോഴും എന്ത് തന്നെയാണ് ഏറ്റവും ഈ ചാർജിനോട് ഏറ്റവും അടുത്ത സ്ഥലത്ത് വലിയ വെക്ടേഴ്സും പിന്നീട് അകത്ത് തോന്നും ചെറിയ വെക്ടേഴ്സും ആയിരിക്കും. ഇങ്ങനെ ആയിരുന്നു മൈക്കൽ ഫാരഡെ ആദ്യം സജസ്റ്റ് ചെയ്തത്. കുറെ നാൾ ഇത് ഇങ്ങനെ തന്നെ പോയി. പക്ഷെ പിന്നീട് ഈ ഫീൽഡ് ലൈൻസിന് ഇതിന് ഒരു ചെറിയ മോഡിഫിക്കേഷൻസ് വന്നു. മോഡിഫിക്കേഷൻസ് ഇതായിരുന്നു, ഇങ്ങനെ കുറെ ചെറിയ ചെറിയ വെക്ടേഴ്സ് അല്ലാതെ ഒരു സിംഗിൾ വെക്ടേഴ്സ് ആയിട്ട് ഇതിനെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള, അതായത് ഒരൊറ്റ വെക്ടർ ഇങ്ങനത്തെ പോസിറ്റീവ് ചാർജ് ആയിട്ട് ആദ്യം എടുക്കുക, ഇങ്ങനത്തെ ഒരു വലിയൊരു വെക്ടർ ഒറ്റ ഡയറക്ഷൻ, ഇങ്ങനത്തെ ഒരു സിംഗിൾ വെക്ടർ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും എല്ലാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത് ഫ്രം ദി ഐ. അപ്പൊ നമുക്കറിയാം ഈ ഒരു വെക്ടർ ആണ്. അപ്പൊ ഈ ഡയറക്ഷനും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവണം. നേരത്തെ നമ്മൾ ആദ്യം വലുത്, പിന്നെ ചെറുത്, പിന്നെ ചെറുത്. ആ ഫീൽഡിൽ നിന്ന് ഈ പോയിന്റ് ചാർജിൽ നിന്ന് അകലും തോറും മാഗ്നിറ്റ്യൂഡ് കുറയുന്നു എന്നുള്ള കോൺസെപ്റ്റ് വന്നു. ഇവിടെ മാറ്റം ഇതായിരുന്നു, ലൈൻസ് ഓഫ് ഫോഴ്സസിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നെ. പക്ഷേ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ലൈൻസ് ഓഫ് ഫോഴ്സസ് നാക്കി. ഡെൻസിറ്റി ഓഫ് ദി ലൈൻസ് ഓഫ് ഫോഴ്സ്. എന്താണ് ഡെൻസിറ്റി ഓഫ് ദി ലൈൻസ് ഓഫ് ഫോഴ്സ്? നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ചാർജിന്റെ തൊട്ടടുത്ത് നമ്മൾ ഒരു യൂണിറ്റ് ഏരിയ ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ, എന്ന് വെച്ചാൽ 1 സെന്റിമീറ്റർ ലെങ്ത്തും 1 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു യൂണിറ്റ് ഏരിയ ഇമാജിൻ ചെയ്താൽ 1 2 3 4 5 6 7 8 ലൈൻസ് ഓഫ് ഫോഴ്സസ് ആ യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ കൂടുതൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സസ് പെർ യൂണിറ്റ് ഏരിയ. ദാറ്റ് മീൻസ് ഇവിടെ ഡെൻസിറ്റി കൂടുതലാണ്. അല്ലെങ്കിൽ തന്നെ അറിയാൻ പറ്റും അടുത്തടുത്താണ് ലൈൻസ് ഓഫ് ഫോഴ്സസ് നിൽക്കുക. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് അകന്നു പോകുന്തോറും, പോയിന്റ് മാറുന്തോറും ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് ഈ യൂണിറ്റ് ഏരിയയിൽ മാറിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സസ് ചിലപ്പോൾ 1 2 മാത്രമേ ആ യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുള്ളൂ. എന്ന് വെച്ചാൽ ഈ ചാർജിനോട് അടുക്കുന്തോറും നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സസ് കൂടുതൽ അടുത്തിലേക്കും, എന്ന് വെച്ചാൽ കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാവും. അകന്നു പോകുന്തോറും അതിന്റെ വിഡ്ത്ത്, ആ ലൈൻസ് ഓഫ് ഫോഴ്സസ് തമ്മിലുള്ള അകലം കൂടി വരും. ദാറ്റ് മീൻസ് ഡെൻസിറ്റി കുറഞ്ഞു വരും. അതിനർത്ഥം ഡെൻസിറ്റി ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു മൈക്കൽ ഫാരഡെയുടെ കോൺസെപ്റ്റ്? ഈ ഇലക്ട്രിക് ഫീൽഡിനെ കുറെ ഫീൽഡ് വെക്ടേഴ്സ്, കുറെ ലൈൻസ് ആയിട്ട് അദ്ദേഹം ഇമാജിൻ ചെയ്തു. ആ ലൈൻസിന്റെ
ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ലൈൻസ് ഓഫ് ഫോഴ്സസിന്റെ നമ്പറിനെ, ഒരു യൂണിറ്റ് ഏരിയയിലുള്ള നമ്പറിനെ അല്ലെങ്കിൽ ഡെൻസിറ്റിയെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം. ഇത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്തായിരിക്കും? വേറെ വ്യത്യാസമൊന്നുമില്ല, ഇത് നേരെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും എന്നതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതെല്ലാം പറഞ്ഞത്, ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ഒരു 2 ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണ്. ആക്ച്വലി നിങ്ങൾക്ക് കിട്ടേണ്ട കോൺസെപ്റ്റ് 3 ഡയമെൻഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു മോഡൽ വെച്ചിട്ട് പറയുക. സപ്പോസ് ദിസ് ഈസ് എ പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഇതാണ് പോസിറ്റീവ് ചാർജ് എന്ന് വിചാരിക്കുക. ആ പോസിറ്റീവ് ചാർജിൽ നിന്ന് കുറെ ലൈൻസ്, ഇതാണ് അതിന്റെ ഫീൽഡ്. ഒരു 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. ഫുട്ബോളിനെ കൊണ്ടുവന്ന് കവർ ചെയ്യാവുന്ന ഒരു 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. ഇതിൽ നിന്ന് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഇങ്ങോട്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഈ ചാർജിനോട് അടുത്ത് ലൈൻസ് ഓഫ് ഫോഴ്സസ് എല്ലാം വളരെ അടുത്താണ് നിൽക്കുക. അകലും തോറും ഈ ചാർജിൽ നിന്ന് പോകും തോറും ലൈൻസ് ഓഫ് ഫോഴ്സസിന്റെ വെയിറ്റിനെ കൂടി വരും. ഇതാണ് ആക്ച്വലി ഒരു പോസിറ്റീവ് ചാർജ് ആയാലും ഒരു നെഗറ്റീവ് ചാർജ് ആയാലും അതിന്റെ ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിന്റെ പിക്ചർ. ഇത് തന്നെയാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഞാൻ 2 ഡയമെൻഷൻ ആയിട്ട് വരച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ എന്താണ് ഫീൽഡ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫീൽഡിനെ വിഷ്വലൈസ് ചെയ്യുന്ന കുറച്ച് ലൈൻസ്. ആക്ച്വലി ഇത് ഒരു ഇമാജിനറി ലൈൻസ് ആണ്. ഇങ്ങനെ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു ചാർജ് പാർട്ടിക്കിൾസിന് ചുറ്റും ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് മറ്റൊരു ചാർജ് പാർട്ടിക്കിൾസ് എത്തില്ല. ആ ചാർജ് പാർട്ടിക്കിൾസിനെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ചാർജ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്താൽ അതിനർത്ഥം അവിടെ ഒരു റിയൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മൂലമാണ് അത് മൂവ് ചെയ്യുന്നത്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഒരു റിയൽ ക്വാണ്ടിറ്റിയാണ്. പക്ഷെ ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മുടെ പഠന സൗകര്യത്തിന് വേണ്ടി നമ്മൾ കുറെ ലൈൻസ് ഓഫ് ഫോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ലൈൻസ് ഓഫ് ഫോഴ്സസ് ആക്ച്വലി ഇമാജിനറി ആണ്. ഓക്കെ, നമ്മൾ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എഴുതിയിരിക്കുക. The path along which a unit positive charge would move if it is free to do so. ഇതാണ് ആക്ച്വലി ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, മൈക്കൽ ഫാരഡെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ലൈൻസ് ഓഫ് ഫോഴ്സസ്. ഫീൽഡിന്റെ വിഷ്വലൈസേഷൻ ആണ്. ഇനി നമ്മൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത പോലെ ഒരു പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്യുന്നു. ഈ പോസിറ്റീവ് ചാർജിന്റെ തൊട്ടടുത്തായിട്ട് നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ദാറ്റ് ഈസ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ്. നിങ്ങൾക്കറിയാം ടെസ്റ്റ് ചാർജ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജിന്റെ തൊട്ടടുത്തായിട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്യുന്നു. നമുക്കറിയാം ഇത് രണ്ടും പോസിറ്റീവ് ആണ്. ഈ പോസിറ്റീവ് ചാർജിന്റെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് കൊടുക്കും. ആ റിപ്പൾസീവ് ഫോഴ്സ് മൂലം ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്ത് ഇങ്ങനെ പോകും, ഈ സൈഡിലേക്ക് പോകും. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്ത് പോകുന്ന പാത്ത് ഏതാണോ ആ പാത്താണ് ആക്ച്വലി എന്ന് പറയുക ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയും. അപ്പോ ഇവിടെ വെച്ചാലോ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് നമ്മൾ ഇവിടെ വെച്ചാലോ അത് നേരെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്ത് പോകും. ഇവിടെ വെച്ചാലോ അത് നേരെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്ത് പോകും. ഇവിടെ വെച്ചാൽ അത് നേരെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്ത് പോകും. ഇവിടെ വെച്ചാൽ ഇങ്ങനെ പോകും. കണ്ടോ? ഇവിടെ വെച്ചാൽ ഇങ്ങനെ, ഇവിടെ വെച്ചാൽ ഇങ്ങനെ. സോ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെ പ്ലേസ് ചെയ്തപ്പോൾ ഇത് നമ്മുടെ റിപ്പൾസീവ് ഫോഴ്സ് മൂലം അത് മൂവ് ചെയ്ത് പോയി ഇങ്ങോട്ടാണ്. ആ പാത്താണ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇവിടുത്തെ. ഇവിടെ വെച്ചപ്പോൾ ഇങ്ങനെ പോയി, ഇവിടെ വെച്ചപ്പോൾ ഇങ്ങനെ പോയി. അങ്ങനെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ എന്താ പറയുക ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് വിളിക്കുക. So what is the definition? The path along which a unit positive charge would move if it is free to do so. ഫ്രീ ആയിട്ടുള്ള ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആ ചാർജ് മൂവ് ചെയ്യുന്ന പാത്ത്. ഇനി ഇപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ചാർജാണ് സെന്ററിൽ പറഞ്ഞത്. ഇതിന് പകരം നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് ചാർജാണ് സെന്ററിൽ എടുക്കുകയെന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് ഈസ് എ നെഗറ്റീവ് ചാർജ്. ഇവിടെ ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ് ചെയ്തു, ടെസ്റ്റ് ചാർജ് പ്ലേസ് ചെയ്തു. നമുക്കറിയാം ഇതൊരു നെഗറ്റീവ് ചാർജാണ്, ഇത് പോസിറ്റീവ് ചാർജാണ്. ഈ നെഗറ്റീവ് ചാർജ് ഇതിനെ അട്രാക്ട് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജ് ഇതിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ അത് വരുന്ന പാത്ത് അതാണ് ഇതിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സ്.
ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ അത് വരുന്ന പാത്ത്, ഇവിടാണ് ഇരിക്കുന്നതെങ്കിൽ അത് വരുന്ന പാത്ത്, ഇവിടാണ് ഇരിക്കുന്നതെങ്കിൽ അത് വരുന്ന പാത്ത്, ഇവിടാണെങ്കിൽ അത് വരുന്നത്, അത് വരുന്നത്, അത് വരുന്നത്. ഓക്കെ, അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിനകത്തെ കാര്യമാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡില് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന പാത്ത് ഉണ്ടെങ്കിൽ ആ പാത്തിനെയാണ് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 3 ഡയമെൻഷണൽ കേസ് നമ്മൾ എടുക്കുമ്പോൾ ഇത് വിചാരിക്കുക, ഇതൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ കൊണ്ടുവന്നൊരു ഇതൊരു പോസിറ്റീവ് ചാർജ് ബോഡിയാണെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ കൊണ്ടുവന്നൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുമ്പോൾ ഇത് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിപ്പൾഷൻ ഉണ്ടെങ്കിൽ അത് പോകുന്ന വഴികളാണ് ഈ കാണിച്ചിരിക്കുന്ന ലൈൻസ് ഓഫ് ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലൈൻസ് ഓഫ് ഫോഴ്സസ് പൊതുവേ ആരംഭിക്കുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഈ രണ്ട് ഡയഗ്രത്തിൽ നിന്നും എവേ ഫ്രം ദി ചാർജ് ആണ് പോസിറ്റീവ് ആണെങ്കിൽ, ടുവേർഡ്സ് ദ ചാർജ് ആണ് ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ. അപ്പൊ നമുക്ക് ഒരു കേസുണ്ട്, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അടുത്തിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ലൈൻസ് ഓഫ് ഫോഴ്സസ്. ഇപ്പൊ നമുക്കറിയാം, ഇതൊരു പോസിറ്റീവ് ചാർജ്, ഇതൊരു നെഗറ്റീവ് ചാർജ്. സാധാരണ ലൈൻസ് ഓഫ് ഫോഴ്സസ് ഒറിജിനേറ്റ് ഫ്രം ദി പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റിംഗ് ഓൺ എ നെഗറ്റീവ് ചാർജ്. ഒരു പോസിറ്റീവിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിലാണ് ലൈൻസ് ഓഫ് ഫോഴ്സസ് അവസാനിക്കുക എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവായിട്ട് റെപ്രസെന്റ് ചെയ്യാം, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അതേപോലെ അതിന്റെ സിമിലർ ആയിട്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ, അതേപോലെ ഇങ്ങനെ കണ്ടോ. അതായത് ഓൾ ദി ലൈൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ആകുമ്പോഴത്തേക്ക് വേറെ കുറെ ലൈൻസ് ഓഫ് ഫോഴ്സസ് അതിൽ നിന്ന് പുറത്തേക്ക് പോകത്തില്ലേ. ഇവിടെ നിന്ന് ആകുമ്പോഴത്തേക്ക് കുറെ ലൈൻസ് ഇതിലേക്ക് വന്ന് ചെയ്യുകയും ചെയ്യും, കണ്ടോ. സോ ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ ആണ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കർവ്സ് ആയിരിക്കും. ആ കർവ് ഫ്രം എവിടെ നിന്നായിരിക്കും, പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ഇനി നേരെ മറിച്ച് ഒരു പോസിറ്റീവ് ചാർജും മറ്റൊരു പോസിറ്റീവ് ചാർജും ആണെങ്കിൽ ഈ ലൈൻസ് ഓഫ് ഫോഴ്സസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെയും ഇവിടെ മറ്റൊരു പോസിറ്റീവ് ചാർജ്. സപ്പോസ് ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് വരേണ്ടതായിരുന്നു. പക്ഷേ ഈ പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് ഈ ലൈൻസ് ഓഫ് ഫോഴ്സസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പോൾ ഈ ലൈൻസ് ഓഫ് ഫോഴ്സസ് നേരെ ഇങ്ങനെ പോകും, ഇതിങ്ങനെ ഓടി വരും, ഇവിടെ ഇങ്ങനെ വരും, ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടാതെ ഞാൻ പോകും, കേട്ടോ. അതേപോലെ ഇവിടെ ഈ ലൈൻസ് ഓഫ് ഫോഴ്സസ്, അതായത് ഈ ലൈൻസ് ഓഫ് ഫോഴ്സസ് തമ്മിലൊരു റിപ്പൾഷനാണ്. ഈ ലൈൻസ് ഓഫ് ഫോഴ്സസ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചാർജ് ഉണ്ട്, എന്ന് വെച്ചാൽ ലൈൻസ് ഓഫ് ഫോഴ്സ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ അതിന് റിപ്പൽ ചെയ്യുന്നതാണ്. അപ്പോൾ കിട്ടും ഇത് നേരെ ഇങ്ങനെ റിപ്പൽ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ നേരെയാണ്, ഇവിടെ നിന്ന് പുറത്തേക്ക്, എല്ലാം പുറത്തേക്കാണ് പോസിറ്റീവ് ആയിട്ട്, ഇവിടെ നിന്ന് പുറത്തേക്ക്. ഓക്കെ, അപ്പോൾ രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതൊരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല എന്നാണ് പറയുക. അപ്പോൾ പോസിറ്റീവ് ചാർജസ്, രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല, അതിന്റെ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ബാക്കി അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇതിന്റെ പ്രസന്റേഷനിൽ പറയാം. കൺക്ലൂഷൻ ഇതാണ്: ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് പഠന സൗകര്യാർത്ഥം ഫീൽഡിനെ വിഷ്വലൈസ് ചെയ്യുന്നതാണ്. എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്? പാത്ത് along which a unit positive charge would move if it is free to do so. ഫ്രീ ആയിട്ടുള്ള യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന പാത്തിനെയാണ് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുക. അത് സാധാരണ ലൈൻസ് ഓഫ് ഫോഴ്സസ് കർവ്സ് ആവാം, സ്ട്രെയിറ്റ് ലൈൻസ് ആവാം, കൂടാതെ അതെപ്പോഴും പോസിറ്റീവിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് പറയേണ്ടത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്നുള്ളതാണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് ഇപ്പോൾ ഇവിടെ എടുത്തത്. അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കൂടി നമുക്ക് പറഞ്ഞാലേ ഒന്ന് ക്ലിയർ ആവത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രസൻറ്റേഷനിലേക്ക് വരിക. എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്നുള്ളത് പറഞ്ഞ്, ഇറ്റ് ഈസ് ദ പാത്ത് അലോങ് വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വുഡ് മൂവ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ. എന്ന് വെച്ചാൽ വളരെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്
ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന പാത്തിനെയായിരുന്നു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞാണ് തുടങ്ങിയത്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മുടെ കോൺസെപ്റ്റ് മൈക്കൽ ഫാരഡേ കുറെ വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ക്യൂ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് വെക്ടേഴ്സ് ആണ് ഇവിടെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഒരു വിഷ്വൽ ഇൻഡിക്കേഷൻ ആണ്, വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഫീൽഡ് ലൈൻസ്. മൈക്കൽ ഫാരഡേ ആദ്യം പറഞ്ഞത് കുറെ ഫീൽഡ് വെക്ടേഴ്സ് ആയിട്ടാണ് പറഞ്ഞത്. ഫീൽഡ് വെക്ടേഴ്സ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു വെക്ടേഴ്സ് എങ്ങനെ വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം അതാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ വെക്ടേഴ്സ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഒരു പോസിറ്റീവ് ചാർജ്, അതിൽ നിന്ന് ഒരു വലിയ ലൈന്, അതിൻ്റെ ലെങ്ത് കൂടുതലാണ്, കാരണം ലെങ്ത് മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ലെങ്ത് കൂടുക ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. അകന്നകന്ന് പോകുന്തോറും വെക്ടേഴ്സിന്റെ ലെങ്ത് കുറഞ്ഞു വരുന്നു. ദാറ്റ് മീൻസ് എന്ത് കുറയുകയാണ്? ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയുന്നു. അപ്പോൾ ഓരോ ഫീൽഡ് വെക്ടേഴ്സും ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനെയും ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെയും സൂചിപ്പിക്കുന്നു. ഇത് ക്യൂ പോസിറ്റീവ് ആണെങ്കിൽ, ഇനി ക്യൂ നെഗറ്റീവ് ആണെങ്കിലോ ആ ലൈൻസ് ഓഫ് ഫോഴ്സസ് ഇൻവേർഡ് ആയിരിക്കും, അകത്തേക്കായിരിക്കും, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്. അതായത് അവിടെയും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഒരു ഫീൽഡ് വെക്ടേഴ്സ് ആയിട്ടാണ്. ലെങ്ത് എന്തിന്റെയാണ്? ലെങ്ത് ഓഫ് ദ ഫീൽഡ് വെക്ടർ റെപ്രസെന്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡയറക്ഷൻ റെപ്രസെന്റ്സ് ദി മാഗ്നിറ്റ്യൂഡ്. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു റെപ്രസെന്റേഷൻ ദ സൈസ് ഓഫ് ദ ആരോ റെപ്രസെന്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടേംസ് ഓഫ് ഫീൽഡ് വെക്ടേഴ്സ്. ഇതായിരുന്നു മൈക്കൽ ഫാരഡേ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ഞാൻ പറഞ്ഞു എന്താണ് രണ്ടാമത്തെ കോൺസെപ്റ്റ് ഇതായിരുന്നു. ഇത് മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒരു ചാർജിൽ നിന്ന് ഒറ്റ ഫീൽഡ് വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. അതിൽ നിന്ന് ഈ ഫീൽഡ് വെക്ടേഴ്സിന്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനെയും ഈ ഫീൽഡ് വെക്ടേഴ്സിന്റെ ഡെൻസിറ്റി, അതായത് ഒരു ഏരിയ നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ ലൈൻസ് ഓഫ് ഫോഴ്സസ് അടുത്തടുത്ത് വരുവാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സസ് കൂടുതലാണ്, ഡെൻസിറ്റി കൂടുതലാണ്. അകന്നു പോകുന്തോറും ലൈൻസ് ഓഫ് ഫോഴ്സസിന്റെ ഡിസ്റ്റൻസ് കൂടും. ദാറ്റ് മീൻസ് നമ്മൾ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്താൽ ലൈൻസ് ഓഫ് ഫോഴ്സസിന്റെ എണ്ണം കുറവായിരിക്കും, ഡെൻസിറ്റി കുറവായിരിക്കും. ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ എന്താവും? അത് ഇൻസൈഡ് ആയിരിക്കും. ഇതെല്ലാം നമ്മൾ കാണുന്നത് ആക്ച്വലി ഇത് 2 ഡയമെൻഷൻ ആണെങ്കിലും 3 ഡയമെൻഷൻ ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു 3 ഡയമെൻഷൻ എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടേംസ് ഓഫ് ഫീൽഡ് ലൈൻസ്. ഇങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്. ഫീൽഡ് ലൈൻസ് എന്ന് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അത് നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞാണ്. കർവ് ആയിരിക്കും. എല്ലാ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസും പോസിറ്റീവിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിലാണ് എൻഡ് ചെയ്യുക. ഒരു അതിൽ നമ്മൾ പറഞ്ഞത് ഒരു പോയിന്റ് കൂടി നമുക്ക് അവിടെ ഉണ്ട്. ഓരോ പോയിന്റിലും, അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിലെ ഒരു കർവ് ആണെങ്കിൽ ആ കർവിലുള്ള ഒരു പോയിന്റിൽ നിന്ന് വരക്കുന്ന ടാൻജന്റ് ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ. ഇപ്പൊ നമുക്കറിയാം പോസിറ്റീവ് ചാർജ് മാത്രമുണ്ടെങ്കിൽ അതിന്റെ ആരോ ഒരു സിംഗിൾ ഫീൽഡ് വെക്ടേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ആരോ നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടും. പക്ഷെ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടി വരുമ്പോൾ എല്ലാ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസും പോസിറ്റീവിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിലേക്ക് എൻഡ് ചെയ്യുകയും അതൊരു കേർവ്സ് ആയിരിക്കും. അപ്പൊ ഈ കേർവിലെ ഒരു പോയിന്റിൽ നിന്ന് വരക്കുന്ന ടാൻജന്റ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുക. ഓക്കെ, ഇത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കോൺട്രാക്ട് ലെങ്ത് വൈസ് ടു റെപ്രസെന്റ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 അൺലൈക്ക് ചാർജസ്. അതായത് ഇത് രണ്ടും തമ്മിൽ, അതായത് ഈ ഒരു സർക്കിള് വരച്ചു കഴിഞ്ഞാൽ അത് ലെങ്ത് വൈസ് കോൺട്രാക്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് തമ്മിൽ ഒരു അട്രാക്ഷൻ എന്ന് കാണിക്കുന്നതിന് വേണ്ടി ദ ലെങ്ത് വൈസ് കോൺട്രാക്ഷൻ ആണ് ഈ ഇതിനകത്തിന്റെ പ്രത്യേകത. ഇനി മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേപോലത്തെ ചാർജസ്, നമ്മൾ അതും പറഞ്ഞാണ്. അവിടെ ഈ ലൈൻസ് ഓഫ് ഫോഴ്സസ് എപ്പോഴും ഞാൻ പറഞ്ഞു ഒരിക്കലും കോൺടാക്റ്റിൽ വരില്ല. ആ ലൈൻസ് ഓഫ് ഫോഴ്സസ് ഈ രണ്ട് ചാർജസ് റിപ്പൽ ചെയ്യുന്ന പോലെ തന്നെ പതുക്കെ റിപ്പൽ ചെയ്തിരിക്കും. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഈ റിപ്പൾഷൻ മൂലം ആ സർക്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സൈഡ് വൈസ് എക്സ്റ്റേണൽ ഇറ്റ് എക്സേർട്ട് ലാറ്ററൽ പ്രഷർ എന്ന് വെച്ചാൽ സൈഡ് വൈസ്
അത് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ലാറ്ററൽ ഒരു പ്രഷർ അനുഭവപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. റിപ്പൾഷൻ എന്ന് വെച്ചാൽ ഈ രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സസും അകന്ന് പോകുന്നതായിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് നമ്മൾ പറയുന്ന പോലെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ, ഇവിടെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ സൂചിപ്പിക്കാൻ യൂണിഫോം ആയിട്ടുള്ള ലൈൻസ് ആണ് എടുക്കുക. എന്ന് വെച്ചാൽ ഒരേ ഡിസ്റ്റൻസ് ഉള്ള ലൈൻസ് ഫ്രം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കാണിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഈക്വൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഒരേപോലെ ഒരേ ഡിസ്റ്റൻസ് ഉള്ള ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഇനി പറയാൻ പോവാണ്. ആദ്യമേ നമ്മൾ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, ഇത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആർ ഇമാജിനറി ലൈൻസ്. ഞാൻ ആദ്യമേ നിങ്ങളൊരു ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു, ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ശരിക്കും നമ്മൾ പഠനത്തിന്റെ എളുപ്പത്തിന് വേണ്ടി ഫീൽഡിനെ വിഷ്വലൈസ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ലൈൻസ് ഓഫ് ഫോഴ്സോ ഒന്നും ഇല്ല അവിടെ. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ലൈൻസ് ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുന്നു. ആ ലൈൻസിന്റെ ഡയറക്ഷൻ ആ ഫീൽഡിന്റെ ഡയറക്ഷൻ ആണെന്ന് പറയുന്നു. അവിടെ എത്ര നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സസ് കൂടുതൽ പോകുന്നോ അത്ര കണ്ട് കൂടുതൽ ചാർജ് ഉണ്ടെന്ന് പറയുന്നു, കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു നമ്മൾ. അപ്പോൾ ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി തന്നെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആർ ഇമാജിനറി. രണ്ടാമത് നമ്മൾ പറഞ്ഞു, എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് tend to follow a path along the field line if it is free to do so. That is the definition of electric lines of forces. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഒരു ഫീൽഡിൽ കൊണ്ടുവച്ചാൽ അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന പാത്ത് എന്താണോ ആ പാത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞു വിളിച്ചത്. അതായിരുന്നു അതിന്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കാണാൻ പറ്റും, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലൂടെ ഒരു ചാർജ് 1 കൂളം ചാർജ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന പാത്ത്, അതാണ് ആക്ച്വലി ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീൽഡിന്റെ പാത്ത് എന്ന് പറയുന്നു. അതിന്റെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് ഓൺ എ നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ കണ്ടാൽ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, പോസിറ്റീവിൽ നിന്ന് ലൈൻസ് ഓഫ് ഫോഴ്സസ് തുടങ്ങി നെഗറ്റീവിലേക്കാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ദ ടാൻജന്റ് അറ്റ് എനി പോയിന്റ്, the tangent to an electric field at any point gives the direction of the electric field at that point. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കാരണം ഒരു കേവ് ആണെങ്കിൽ ആ കേവിൽ നിന്ന് നമ്മളൊരു പോയിന്റ് പി ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഒരു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു കേവ് ആണ്, ആ കേവിലെ ഒരു പോയിന്റ് ആണ് പി. ആ പിയിലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആ പിയിലെ ടാൻജന്റ് എന്താണോ അതാണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, the tangent to an electric field line at any point gives the direction of the electric field. Okay, അടുത്ത പ്രോപ്പർട്ടി, അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, two electric lines of force can never cross each other. If they do, then at the point of intersection there will be two tangents. It means there are two values of electric field at that point, which is not possible. അതായത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. സപ്പോസ് ഇന്റർസെക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? സപ്പോസ് ഇത് രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഇന്റർസെക്ട് ചെയ്തെന്ന് വിചാരിക്കുക, ഈ പിക്ചറിൽ കാണുന്ന പോലെ. അവിടെ രണ്ട് ടാൻജന്റ് ഉണ്ടാവും. ആ രണ്ട് ടാൻജന്റ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിന് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഒരിക്കലും ഒരു പോയിന്റിൽ രണ്ട് ടാൻജന്റ് അല്ലെങ്കിൽ രണ്ട് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ because electric field being a vector quantity, there can be only one resultant field or given. അതായത് ഒരു ഫീൽഡ് ഡയറക്ഷനെ പാടുള്ളൂ, ഒരിക്കലും രണ്ട് വരില്ല. അപ്പോൾ അത് പോസിബിൾ. അതുകൊണ്ട് അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല എന്നുള്ളത്. ഓക്കെ, ആറാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത് ഇതാണ്, അതായത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ചാർജസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും, ഒരു പ്ലസ് ക്യൂ ചാർജും ഒരു മൈനസ് ക്യൂ ചാർജും, ഒരു ക്യാപിറ്റൽ ക്യൂ ചാർജും ഒരു സ്മോൾ ക്യൂ ചാർജും. ക്യാപിറ്റൽ ക്യൂവിൽ നിന്ന് ധാരാളം ലൈൻസ് ഓഫ് ഫോഴ്സസ് പുറത്തേക്ക് വരുന്നതായിട്ടും സ്മോൾ ക്യൂവിൽ നിന്ന് വളരെ കുറച്ച് ലൈൻസ് ഓഫ് ഫോഴ്സസ് പുറത്തേക്ക് വരുന്നതായിട്ടും. ഇതിൽ നിന്ന് എന്താ സൂചിപ്പിക്കുക? ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് വളരെ വലിയൊരു ചാർജാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈൻസ് ഓഫ് ഫോഴ്സസിന്റെ എണ്ണം കൂടുതലായിരിക്കും.
കാരണം ലൈൻസ് ഓഫ് ഫോഴ്സസിന്റെ രണ്ടാമത്തെ പറയുന്നത് അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദ ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കുന്നു. കാരണം ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്തിന് പ്രൊപ്പോർഷനാണ്? ചാർജിന് പ്രൊപ്പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെൻ ദ ക്യാപിറ്റൽ ക്യൂ ഇസ് ഗ്രേറ്റർ ദാൻ സ്മോൾ ക്യൂ ആണ്, അതുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈൻസ് ഓഫ് ഫോഴ്സസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് മോർ ക്രൗഡഡ് ആയ അതിനർത്ഥം എന്താണ്? അവിടെ ചാർജിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്, ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണ്. Then electric lines of forces are perpendicular to the surface of a positively or negatively charged. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു ഡയഗ്രാം കാണിച്ചായിരുന്നു. എല്ലാ ലൈൻസ് ഓഫ് ഫോഴ്സസും പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ലൈൻസ് ഓഫ് ഫോഴ്സസ് ആണ് എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഡിയൽ ഫീൽഡാണ്. ഞാൻ നിങ്ങളുടെ ഒരു ഇതിന്റെ ഡയഗ്രാം കാണിച്ചായിരുന്നു. നമ്മൾ ഒരു ഡയഗ്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എപ്പോഴും, അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും, ഇവിടെ നിങ്ങൾ നോക്കി കാണാൻ പറ്റും, ഈ കാണുന്നതാണ് നമ്മുടെ ഡയഗ്രം. അപ്പൊ ഇത് ഒരു 3 ഡയമെൻഷണൽ പിക്ചറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ലൈൻസ് ഓഫ് ഫോഴ്സസും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇതെല്ലാം പെർപെൻഡിക്കുലർ ആയിട്ടാണ്, നോർമലിയാണ് പോയിരിക്കുന്നത്. കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് ആർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് എ പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ചാർജ്. ഏത് പോസിറ്റീവ് ചാർജ് ആണെങ്കിലും നെഗറ്റീവ് ചാർജ് ആണെങ്കിലും ഈ ലൈൻസ് ഓഫ് ഫോഴ്സസ് എല്ലാം എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് പറയുക. എന്താണ്? ലൈൻസ് ഓഫ് ഫോഴ്സസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ. എപ്പോഴും നമ്മൾ പറയുക ലൈൻസ് ഓഫ് ഫോഴ്സസ് എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആയിരിക്കും. കേൾക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് അതുകൂടി നമുക്കിത് ഇതിലേക്ക് വരാം. അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമുക്കറിയാവുന്ന പോലെ തന്നെ ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഏത് ഇതാണെങ്കിലും ലൈൻസ് ഓഫ് ഫോഴ്സസ് എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആയിരിക്കും എന്നാണ് പറയുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ പറയാനാണെങ്കിൽ ഈ നിങ്ങൾ കണ്ട ഒരു 3 ഡയമെൻഷണൽ പിക്ചറിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ലൈൻസ് ഓഫ് ഫോഴ്സസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ നോർമൽ ടു ദ സർഫസ് എന്നുള്ള കണ്ടീഷനിലേക്ക് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ പ്രസന്റേഷനിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ പെർപെൻഡിക്കുലർ. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും എന്താണ് ആ ഡയഗ്രത്തില് നമുക്ക് ഒരു കേസ് ഇതായിരുന്നു. എന്താണ്? ഈ ലൈൻസ് ഓഫ് ഫോഴ്സസ്, ഇപ്പൊ ഇതൊരു പെർപെൻഡിക്കുലർ പോയിന്റ് ആണ്. അപ്പൊ അതിൽ നിന്ന് ലൈൻസ് ഓഫ് ഫോഴ്സസ് എല്ലാം എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്നിരിക്കുക. ഇതൊരു ബോഡി ആണെങ്കിലും അതിൽ നിന്നും ലൈൻസ് ഓഫ് ഫോഴ്സസ് വരുന്നത് എന്താണ്? ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ, ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ. അങ്ങനെ ലൈൻസ് ഓഫ് ഫോഴ്സസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു സർഫസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് ഇതാണ്. നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സസ് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആർ പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ് ലെങ്ത്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഡെൻസിറ്റി ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി പ്രൊപ്പോർഷണൽ ടു ദി മാഗ്നിറ്റ്യൂഡ്. അതായത് ഞാൻ പറഞ്ഞ ഒരു യൂണിറ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്ത് ആ യൂണിറ്റ് ഏരിയയിലൂടെ എത്ര ലൈൻസ് ഓഫ് ഫോഴ്സസ് പോകുന്നു അതാണ് അതിന്റെ ഡെൻസിറ്റി. അപ്പോൾ എത്ര തിക്കായിട്ട് എത്ര അടുത്തടുത്തടുത്ത് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഉണ്ടോ ദാറ്റ് ഈസ് കോൾഡ് ദ ഡെൻസിറ്റി. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടുതൽ ഉണ്ടാവും. That density is directly proportional to the electric field, the strength of the electric field. And second point, അടുത്ത point ഇതാണ്. 11th point is electric lines of force do not pass through a conductor. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഹോളോ കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ഒരിക്കലും ഈ സോളിഡ് അല്ലെങ്കിൽ ഹോളോ കണ്ടക്ടറിന്റെ അകത്തുകൂടി ഒരിക്കലും ലൈൻസ് ഓഫ് ഫോഴ്സസ് പോകത്തില്ല. Okay, അപ്പോൾ the electric lines of force do not pass through a conductor, hence the interior of the conductor is free from the influence of that electric field inside exist ഇല്ല എന്നാണ് അർത്ഥം. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് പോയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നാണ് പറയുക. അപ്പൊ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു സോളിഡ് ഓർ ഹോളോ കണ്ടക്ടർ ആണ്. അപ്പോൾ അത് ലൈൻസ് ഓഫ് ഫോഴ്സസ് ഒരിക്കലും അതിനകത്തൂടി പോകാത്ത നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ when we place an electric conductor in an electric field, inside the conductor no electric field exists. That means no lines of forces passing inside the conductor. 12
ഇലക്ട്രിക് ലൈൻസ് ഫോഴ്സ് ക്യാൻ പാസ് ത്രൂ ദി ഇൻസുലേറ്റർ. ഇൻസുലേറ്ററിലൂടെയും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യും. പക്ഷേ കണ്ടക്ടറിലൂടെ ആണെങ്കിൽ അതിൻ്റെ ഹോളോ കണ്ടക്ടർ അല്ലെങ്കിൽ സോളിഡ് കണ്ടക്ടർ ആണെങ്കിൽ ഒരിക്കലും പാസ് ചെയ്യില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മളുടെ എന്താണ് ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ച് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കുക. താങ്ക് യു.